എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ നവമോധ്യായ, 9-ാം അധ്യായം. ഭീഷ്മരുടെ കൃഷ്ണസ്തുതിയും ശരീരത്യാഗവുമാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. സൂതൻ പറഞ്ഞു, പ്രജാദ്രോഹം കൊണ്ട് ഇപ്രകാരം ദുഃഖിക്കുന്ന യുധിഷ്ഠിരൻ സർവധർമ്മങ്ങളും അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭീഷ്മ പിതാമഹൻ വീണുകിടക്കുന്നിടത്തേക്ക് പോയി. അപ്പോൾ വേദവ്യാസൻ, ധൗമ്യൻ മുതലായ മുനിമാരും ശ്രീകൃഷ്ണനും മറ്റു പാണ്ഡവാദികളും അദ്ദേഹത്തെ അനുഗമിച്ചു. ഹസ്തിനപുരത്തിൽ നിന്ന് കുരുക്ഷേത്രത്തിലേക്കുള്ള ഈ പ്രയാണം ഗുഹികന്മാരോടുകൂടിയ കുബേരൻ്റെ ഘോഷയാത്രയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. സ്വർഗത്തിൽ നിന്ന് പതിച്ച ദേവനെ പോലെ ശരശയ്യയിൽ ശയിക്കുന്ന ഭീഷ്മരെ യുധിഷ്ഠിരനും കൃഷ്ണനും പാണ്ഡവരും മുനിമാരുമെല്ലാം നമസ്കരിച്ചു. ആ സമയത്ത് എല്ലാ ദേവർഷികളും ബ്രഹ്മർഷികളും രാജർഷികളും അവിടെ എത്തിച്ചേർന്നു. പർവ്വതൻ, നാരദൻ, ധൗമ്യൻ, വേദവ്യാസൻ, ബൃഹദശ്വൻ, ഭരദ്വാജൻ, പരശുരാമൻ, വസിഷ്ഠൻ, ഇന്ദ്രപ്രമദൻ, ത്രിതൻ, ഗൃത്സമദൻ, അസിതൻ, കക്ഷീവാൻ, ഗൗതമൻ, അത്രി, വിശ്വാമിത്രൻ, സുദർശനൻ, ശ്രീശുകൻ, കശ്യപൻ, ബൃഹസ്പതി തുടങ്ങിയ സർവമുനിമാരും സ്വശിഷ്യ ഗണങ്ങളോടുകൂടി അവിടെ സന്നിഹിതരായിരുന്നു. ധർമ്മജ്ഞനും ദേശകാല വിഭാഗജ്ഞനുമായ ഭീഷ്മർ അവരെയെല്ലാം ഭക്തിയോടുകൂടി സ്വീകരിച്ചിരുത്തി. ഹൃദയ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവരും ജഗദീശ്വരനും സ്വമായയെ അവലംബിച്ച് ശരീരമെടുക്കുന്നവരും ആയ ഭഗവാൻ കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും നല്ലതുപോലെ അറിയുന്ന ഭീഷ്മർ പൂജിച്ചിരുത്തി. അനന്തരം ഭീഷ്മപിതാമഹൻ വിനയത്തോടും സ്നേഹത്തോടും കൂടി തൻ്റെ സമീപത്തിരിക്കുന്ന പാണ്ഡുപുത്രന്മാരെ സ്നേഹബാഷ്പം കൊണ്ട് അന്തമാക്കപ്പെട്ട നേത്രങ്ങൾ കൊണ്ട് ദർശിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ധർമ്മപുത്രാദികളെ, ധർമ്മം, വിപ്രർ, അച്യുതൻ ഇവരെ ആശ്രയിച്ച് കഴിയുന്ന നിങ്ങൾ യാതൊരു കാരണവശാലും ക്ലേശത്തെ അർഹിക്കുന്നില്ല. നിങ്ങൾ ഇപ്രകാരം കഷ്ടപ്പെടേണ്ടി വന്നത് അന്യായവും കഷ്ടവുമാണ്. അധിരഥനായ പാണ്ഡുവിൻ്റെ ദേഹവിയോഗാനന്തരം സതിയായ കുന്തി നിങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു. ഇപ്രകാരമെല്ലാം സംഭവിച്ചത് കാലത്തിൻ്റെ ചേഷ്ട കൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. എപ്രകാരമാണോ മേഘങ്ങൾ വായുവിന് അധീനമായി കഴിയുന്നത്, അതുപോലെ അഷ്ടദിക്പാലകന്മാരോടുകൂടിയ ഈ ലോകം കാലസ്വരൂപനായ ഈശ്വരൻ്റെ നിയന്ത്രണത്തിൽ കഴിയുന്നു. ധർമാത്മജനായ യുധിഷ്ഠിരനും ഗദാപാണിയായ ഭീമസേനനും ധനുർധരനായ അർജുനനും ഗാണ്ഡീവമെന്ന വില്ലും മിത്രമായി കൃഷ്ണനും ഉള്ളിടത്ത് പോലും ഇപ്രകാരം ആപത്തുണ്ടാകുന്നത് നിശ്ചയമായും വിരോധാഭാസം തന്നെയാണ്. അല്ലയോ ധർമാത്മജ, ഭഗവാൻ കൃഷ്ണൻ്റെ ഇച്ഛ എന്താണെന്ന് ആർക്കും തന്നെ അറിയാൻ കഴിയില്ല, ഇനി അങ്ങോട്ട് അറിയുകയുമില്ല. ക്രാന്തദർശികൾ പോലും അതറിയാൻ പ്രയത്നിച്ച് മോഹിച്ചു പോകുന്നു. അല്ലയോ ഭരതർഷഭ, ഇതെല്ലാം ഈശ്വര നിശ്ചയമാണെന്നറിഞ്ഞ് സ്വധർമ്മത്തെ അനുവർത്തിക്കുന്നവനായി പ്രജകളെ പരിപാലിച്ചാലും. കൃഷ്ണൻ യഥാർത്ഥത്തിൽ ആദിപുരുഷനായ നാരായണൻ തന്നെയാകുന്നു. അദ്ദേഹം പ്രപഞ്ചത്തെയാകെ മായയാൽ മോഹിപ്പിച്ച് ഗൂഢസ്വഭാവത്തോടുകൂടി യാദവ വംശത്തിൽ അവതരിച്ചിരിക്കുന്നു. ഭഗവാൻ പരമേശ്വരനും ദേവർഷിയായ നാരദനും സാംഖ്യാചാര്യനായ കപിലമുനിക്കും ഇദ്ദേഹത്തിൻ്റെ മഹിമയെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. നിങ്ങൾക്കിദ്ദേഹം മാതുലപുത്രനും പ്രിയനും ഉത്തമ സുഹൃത്തും മിത്രവുമാണ്. നിങ്ങൾ അദ്ദേഹത്തെ മന്ത്രിയും ദൂതനും സജീവനുമെല്ലാം ആക്കുന്നു. സർവാത്മാവും സമദൃഷ്ടാവും അദ്വയനും അഹങ്കാരരഹിതനും രാഗാദികൾ സ്പർശിച്ചിട്ടില്ലാത്തവനുമായ ഇദ്ദേഹത്തിന് അപ്രകാരം പ്രവർത്തിക്കുന്നതിന് യാതൊരു വൈഷമ്യവുമില്ല. അങ്ങനെയെല്ലാമാണെങ്കിലും ഏകാന്ത ഭക്തരിൽ ഇദ്ദേഹത്തിന് എത്രമാത്രം അനുകമ്പയുണ്ടെന്ന് കണ്ടാലും പ്രാണൻ വെടിയാൻ പോകുന്ന എനിക്ക് ദർശനം നൽകുന്നതിനായി അദ്ദേഹം ഇങ്ങോട്ട് ആഗതനായിരിക്കും. ഭഗവാനിൽ ഭക്തിയോടുകൂടി മനസ്സിനെ ആവേശിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നാമങ്ങളെ കീർത്തിച്ചുകൊണ്ട് ശരീരം വെടിയുന്ന യോഗി
സർവകർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. ദേവദേവനായ ഭഗവാൻ കൃഷ്ണൻ ഞാൻ ശരീരം വെടിയുന്നതുവരെ പ്രസന്നമായ മന്ദഹാസം, ഇളം ചുവപ്പ് കലർന്ന നേത്രങ്ങൾ എന്നിവയോടൊത്ത് ശോഭിക്കുന്ന മുഖപങ്കജത്തോടുകൂടിയും ചതുർഭുജനായി എൻ്റെ ധ്യാനത്തിനായി ഇവിടെ ഇരുന്നരുളേണമേ. സൂതൻ പറഞ്ഞു. ഇത് കേട്ട യുധിഷ്ഠിരൻ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനോട് നാനാവിധ ധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. തത്വജ്ഞനായ ഭീഷ്മാചാര്യർ മനുഷ്യ സ്വഭാവത്തിന് അനുയോജ്യമായതും വർണ്ണാശ്രമങ്ങളിൽ അധിഷ്ഠിതവും വൈരാഗ്യം, രാഗം എന്നീ ഉപാധികളോടുകൂടിയതും നിവൃത്തി, പ്രവൃത്തി എന്നീ ലക്ഷണങ്ങളോടുകൂടിയതുമായ ധർമ്മതത്വങ്ങളെയും പിന്നെ ദാനധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം, സ്ത്രീധർമ്മം, ഭാഗവതധർമ്മം എന്നിവയും അവ പ്രാപിക്കാനുള്ള ഉപായങ്ങളെയും പുരുഷാർത്ഥങ്ങളെക്കുറിച്ചും മറ്റും ഇതിഹാസ പുരാണാദികളിൽ പറഞ്ഞിരിക്കുന്ന വിധത്തിൽ ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ സ്വച്ഛന്ത മൃത്യുക്കളായ യോഗികൾ ഇഷ്ടപ്പെടുന്ന ഉത്തരായണകാലം വന്നണഞ്ഞു. 1000 രഥികളെ നയിക്കുന്നതിന് പ്രാപ്തനായ ഭീഷ്മാചാര്യർ അപ്പോൾ മൗനിയും ശാന്തനുമായി മുമ്പിൽ നിൽക്കുന്ന ആദിപുരുഷനും പീതവസ്ത്രത്താൽ ശോഭിക്കുന്നവനും ചതുർഭുജനുമായ കൃഷ്ണനെ നോക്കിക്കൊണ്ട് കണ്ണടയ്ക്കാതെ ധാരണ ചെയ്തു. ഈ വിശുദ്ധമായ ധാരണ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സർവ്വപാപങ്ങളും നശിച്ചുപോയി. ഭഗവത് ദർശനം കൊണ്ട് അദ്ദേഹത്തിന് ആയുധമേറ്റ വേദനയെല്ലാം ഇല്ലാതായി. മാത്രവുമല്ല, സർവേന്ദ്രിയ വൃത്തികളിൽ നിന്ന് നിവൃത്തനുമായി തീർന്ന അദ്ദേഹം ഭൗതിക ശരീരത്തെ വെടിയുന്നതിൻ്റെ പ്രാരംഭമായി ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ചു. അല്ലയോ ഭഗവാനെ, അവിടുന്ന് സ്വസ്വരൂപത്തിൽ വർത്തിച്ച് പരമാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്പമൊന്ന് ക്രീഡീകരിക്കുന്നതിന് വേണ്ടി മായയെ അവലംബിച്ചു. അങ്ങനെ സൃഷ്ടിയിൽ വ്യാപരിച്ചപ്പോൾ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഒരു പ്രവാഹം തന്നെയുണ്ടായി. അപ്രകാരമിരിക്കുന്ന സാത്വതപതിയായ ഭഗവാനിൽ എൻ്റെ മനസ്സ് അർപ്പിക്കപ്പെട്ടതായിരിക്കുന്നു. അങ്ങയുടെ തിരുസ്വരൂപം ത്രിലോകങ്ങളിൽ വെച്ച് സുന്ദരമായതാണ്. അവിടുത്തെ വർണ്ണം തമാലവൃക്ഷത്തിൻ്റേതിന് സമാനമാണ്. അവിടുന്ന് ഉദയസൂര്യൻ്റെ ശോഭയോടുകൂടിയ പീതവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നെറ്റിയിൽ പതിഞ്ഞു കിടക്കുന്ന കുറുനിരകൾ അങ്ങയുടെ ശ്രീമുഖാംബുജത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. മായാമർത്യ ശരീരത്തെ ധരിച്ചവനും അർജുന സഖാവുമായ ഭഗവാനിൽ എനിക്ക് നിഷ്കളങ്കമായ ഭക്തി ഉണ്ടായി വരണമേ. അർജുനൻ്റെ സാരഥിയായി യുദ്ധഭൂമിയിലേക്ക് വന്ന ഭഗവാന്റെ തിരുമുഖം കുതിരക്കുളമ്പടി കൊണ്ട് ഉയർന്നു പൊങ്ങിയ പൊടിപടലങ്ങൾ തവിട്ട് നിറത്തിലുള്ളതാക്കി. മുഖത്ത് പതിഞ്ഞിരിക്കുന്ന വിയർപ്പുതുള്ളികൾ കുന്തളങ്ങളെ ഒട്ടിപ്പിടിച്ചിരുന്നു. എൻ്റെ കൂർത്തുമൂർത്ത ശരങ്ങൾ ഭഗവാന്റെ കവചത്തെയും തൊലിയെയും പിളർക്കുകയുണ്ടായി. അപ്രകാരമിരിക്കുന്ന ഭഗവാനിൽ എൻ്റെ ആത്മാവ് രമിക്കണമേ. അർജുനൻ്റെ ആവശ്യപ്രകാരം നിന്തിരുവടി ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിലായി രഥത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ശത്രു സൈന്യത്തിൻ്റെ ആയുസ് സ്വദൃഷ്ടി കൊണ്ട് ഹരിക്കുകയുണ്ടായി. അങ്ങനെയിരിക്കുന്ന പാർത്ഥസഖാവായ ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാകണമേ. വ്യാപിച്ചു കിടക്കുന്ന ശത്രു സൈന്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്വബന്ധുക്കളെ കണ്ട അർജുനൻ മമത നിമിത്തം യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിയുവാനൊരുങ്ങി. അപ്പോൾ ഭഗവാൻ അർജുനൻ്റെ അജ്ഞാനത്തെ ആത്മവിദ്യ കൊണ്ട്, അതായത് ഗീതോപദേശം കൊണ്ട് ഹരിച്ചു കളഞ്ഞു. ആ പരംപുരുഷനായ ഭഗവാന്റെ ചരണങ്ങളിൽ എനിക്ക് ഭക്തി ഉണ്ടായി വരണമേ. താൻ യുദ്ധക്കളത്തിൽ വെച്ച് ആയുധമെടുക്കില്ലെന്ന പ്രതിജ്ഞയെ അവഗണിച്ച് എടുപ്പിക്കുമെന്ന എൻ്റെ പ്രതിജ്ഞയെ പാലിക്കുവാൻ വേണ്ടി ഭഗവാൻ സുദർശന ചക്രത്തെ കയ്യിലെടുത്ത് രഥത്തിൽ നിന്നും ചാടിയിറങ്ങി ഭൂമി കുലുക്കിക്കൊണ്ട് ആനയെ കൊല്ലാൻ വരുന്ന സിംഹമെന്ന പോലെ എൻ്റെ നേരെ പാഞ്ഞു വന്നപ്പോൾ ഭഗവാന്റെ ഉത്തരീയം തോളിൽ നിന്നും പാറിപ്പോയി. ആ ഭഗവാനെ എനിക്ക് പ്രാപിക്കുവാൻ കഴിയണമേ. കൂർത്ത എൻ്റെ അസ്ത്രങ്ങൾ ഏറ്റ് അങ്ങയുടെ കവചം മുറിയുകയും അവ ദേഹത്ത് തറച്ച് രക്തമൊലിക്കുകയും ചെയ്തു. എന്നിട്ടും അങ്ങ് ആയുധധാരിയായ എൻ്റെ മുൻപിലേക്ക് ഓടി വന്നു. അങ്ങനെയിരിക്കുന്ന ഭഗവാൻ എനിക്ക് പ്രാപ്യസ്ഥനായി ഭവിക്കണമേ. അർജുന രഥമാകുന്ന കുടുംബത്തിൽ
ഒരു കൈയിൽ ചമ്മട്ടിയും മറുകൈയിൽ കടിഞ്ഞാണും പിടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ തിരുസ്വരൂപത്തെ ദർശിച്ച് യുദ്ധത്തിൽ മരിച്ചവരെല്ലാം സാരൂപ്യമുക്തിയെ പ്രാപിച്ചു. മോക്ഷേച്ഛുവായ എനിക്ക് കമനീയമായ രൂപത്തോടുകൂടിയ ആ ഭഗവാനിൽ ഭക്തിയുണ്ടാകണമേ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ലളിതമായ സഞ്ചാരം, പ്രണയം തുടിക്കുന്ന ഈ ക്ഷണം, ശൃംഗാരരസം കലർന്നതും മനോഹരവുമായ പുഞ്ചിരി മുതലായവ കൊണ്ട് മതാന്തരായിത്തീർന്ന ഗോപസുന്ദരിമാർ അങ്ങയുടെ ചേഷ്ടകളെ അനുകരിച്ച് അങ്ങയിൽ തന്മയത്വത്തെ പ്രാപിക്കുകയുണ്ടായി. അങ്ങനെയിരിക്കുന്ന അങ്ങയിൽ എനിക്ക് ഭക്തിയുണ്ടാകണമേ. യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ മുനിമാരും നൃപന്മാരും എല്ലാം കലർന്നിരിക്കുന്ന സഭാമധ്യത്തിൽ അഗ്രപൂജയ്ക്കായി ക്ഷണിച്ചിരുത്തി മാനിച്ച അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മനോഹര സ്വരൂപത്തെ എനിക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. സ്വസൃഷ്ടമായ ജീവജാലങ്ങളുടെ ഹൃദയങ്ങൾ തോറും പ്രതിഷ്ഠിക്കപ്പെട്ടതും അജനും ആയ അല്ലയോ ഭഗവാനെ, ഏകനായ ആദിത്യനെ തന്നെ പലതായി കാണുന്നത് പോലെ അങ്ങും പലതായി ശോഭിച്ചിരിക്കുന്നു. ഈ മഹത്വം മനസ്സിലാക്കിയതുകൊണ്ട് എൻ്റെ ഭേദബുദ്ധിയും മോഹബുദ്ധിയും നശിച്ചിരിക്കുന്നു. ഞാൻ അങ്ങയിൽ ലയിച്ചവനായി ഭവിച്ചിരിക്കുന്നു. സൂതൻ പറഞ്ഞു, ഭീഷ്മാചാര്യർ ഇപ്രകാരം കൃഷ്ണനെ സ്തുതിച്ചിട്ട് മനസ്സ്, വാക്ക്, ദൃഷ്ടി തുടങ്ങിയ വ്യാപാരങ്ങൾ കൊണ്ട് സ്വാത്മാവിനെ ഭഗവാനിൽ ലയിച്ച് ദേഹം വെടിഞ്ഞു. ഭീഷ്മർ നിർഗുണ ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചതായി അറിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം സന്ധ്യാസമയത്ത് പക്ഷികളെന്ന പോലെ നിശബ്ദരായി. ഈ സമയത്ത് ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി. ദേവന്മാരും മനുഷ്യരുമെല്ലാം വാദ്യഘോഷങ്ങൾ മുഴക്കി. അവിടെ കൂടിയിരുന്ന സജ്ജനങ്ങളെല്ലാം ഭീഷ്മരെ പ്രശംസിച്ചു. ഭീഷ്മരുടെ ഔർധ്വദൈഹിക കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം യുധിഷ്ഠിരൻ കുറച്ചുനേരം ദുഃഖിതനായിരുന്നു. മുനിമാർ കൃഷ്ണനെ വേദസൂക്തങ്ങൾ കൊണ്ട് സ്തുതിച്ച ശേഷം സ്വാശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം യുധിഷ്ഠിരൻ കൃഷ്ണനോടൊത്ത് ഹസ്തിനാപുരിയിലേക്ക് പോയി. പുത്രശോക സംതപ്തരായി കഴിയുന്ന ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും മറ്റും ആശ്വസിപ്പിച്ചു. ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവനും ധൃതരാഷ്ട്രരാൽ അനുവദിക്കപ്പെട്ടവനുമായ യുധിഷ്ഠിരൻ പിന്നീട് പൈതൃകമായി ലഭിച്ച ഭൂമിയെ ധർമാനുസൃതമായി പരിപാലിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിര രാജ്യപ്രലംഭോ നാമ നവമോധ്യായ. അങ്ങനെ 9-ാം അധ്യായം സമാപിച്ചു. ഇനി 10-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.